സച്ചേട്ടാ, ഈ സാരി എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്തായാലും താലി കെട്ടാൻ പോവല്ലേ. കല്യാണ പെണ്ണിനെ പോലും ഒരുങ്ങിയില്ലെങ്കിലും തീരെ കുറയാൻ പാടില്ലല്ലോ. പറ സച്ചേട്ടാ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. അതെന്താ ഒരു സന്തോഷമില്ലാത്ത? ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? സത്യം പറഞ്ഞാലേ ഇത് ആർക്കും കിട്ടാത്തൊരു സ്പെഷ്യൽ മൊമെന്റ് അല്ലേ? ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു കല്യാണത്തിന്റെ ഒരുക്കം എല്ലാം ഉണ്ട്. ആ, ഞാനിപ്പോ വരാവേ. ദേ, സച്ചേ നീ ഡ്രസ് ഇട്ടാ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ വേറൊന്നും വിചാരിക്കരുത്. ഇല്ല, സച്ചേട്ടൻ പറയാ. അമ്പലത്തിൽ പോകുന്നത് നാളത്തേക്ക് മാറ്റി വെച്ചാലോ? ഇന്നെനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഈ ചോദിക്കുന്നേ. നമുക്ക് നാളെ ആയാലും അമ്പലത്തിൽ പോവാലോ. സച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഈ കാര്യം ഇനി മാറ്റി വെക്കാനൊന്നും പറ്റില്ല. ഇന്ന് തന്നെ പോണം. നമ്മളത് നേരത്തെ തന്നെ തീരുമാനിച്ചതല്ലേ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? ഞാൻ പറഞ്ഞ കാര്യം അത്രയ്ക്ക് എമർജൻസി ആയതുകൊണ്ടാ. ഇതിനേക്കാളും വലിയൊരു എമർജൻസി ഇന്ന് വേറെ ഇല്ല. ഞാൻ പോവാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത് സച്ചേട്ടൻ കണ്ടില്ലേ? ഓരോ സമയത്ത് ഓരോന്ന് തോന്നുന്ന പോലെ അങ്ങ് പറഞ്ഞ എങ്ങനെയാ? ഇത് കഴിഞ്ഞിട്ട് മതി ഇനി എന്തും. അത് മാത്രമല്ല, വെറുതെ കഴുത്ത് കെട്ടുകയാണെങ്കിലും ഇതിനൊരു മുഹൂർത്തമൊക്കെ നോക്കട്ടെ. മുഹൂർത്തം നോക്കി ഒരുക്കി കെട്ടിയതല്ലേ, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നു, സച്ചേട്ടൻ എന്റെ കഴുത്തിൽ താലിമാല അണിയിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് സച്ചേട്ടൻ എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ, എനിക്ക് ഒരു പരാതിയില്ല. ഇപ്പോഴും നമ്മൾ ലേറ്റായി. ഇനി അവിടെ ചെല്ലുമ്പോഴേക്കും ക്ഷേത്രം അടക്കില്ലേ? അതിനാരാ കാരണം? സച്ചേട്ടൻ തന്നെയല്ലേ? രാവിലെ ഈ ഫോണും കൊണ്ട് പുറത്ത് കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ലേറ്റ് ആവരുതെന്ന്. അപ്പൊ സച്ചേട്ടൻ കേട്ടില്ല. എന്ത് കാരണം കൊണ്ടായാലും ഇന്ന് അത് നടക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ അർച്ചന, താനിങ്ങനെ വാശി പിടിക്കല്ലേ. ഇത് വാശി തന്നെയാ. ഇന്ന് ആ താലി എന്റെ കഴുത്തിൽ അണിയിക്കാതെ സച്ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോയാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ താലിമാല കഴുത്തിൽ അണിയില്ല. അതോ സച്ചേട്ടൻ എന്നെ ഒഴിവാക്കുവാണോ? അങ്ങനെയാണെങ്കിൽ സച്ചേട്ടൻ പൊയ്ക്കോളൂ. എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. പക്ഷേ തിരിച്ചു വരുമ്പോഴേ ഞാനും കുഞ്ഞും ഇവിടെ ഉണ്ടാവില്ല. ആ താലിമാല എന്റെ കഴുത്തിൽ അണിയിക്കാൻ പറ്റാത്ത സച്ചേട്ടന്റെ കൂടെ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? താനിത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ? ശരി, ഞാൻ എന്റെ പ്രോഗ്രാം മാറ്റി വെച്ചോളാം. ഇപ്പൊ തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം.